നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണ നിക്കോ വില്യംസിനായി ശ്രമം നടത്തുന്ന എല്ലാവർക്കും അറിയാം. എന്തായി നിക്കോ വില്യംസ് ഡീല്? ബാഴ്സ ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. ബാഴ്സലോണ ഓഫർ ചെയ്യുന്നതിൻ്റെ ഇരട്ടി സാലറി PSG ഓഫർ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത്. താരം ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്ന്. അതേസമയം അടുത്ത 24 മണിക്കൂറിനകം തന്നെ നിക്കോ വില്യംസിന് തീരുമാനം വരുമെന്നും ചില സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചുരുക്കത്തില് നിക്കോ വില്യംസിന്റെ ഭാഗത്ത് നിന്ന് എസ് ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. 22-കാരനായിട്ടുള്ള താരം സ്പെയിനിന് വേണ്ടി ഓൾറെഡി 20 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. അത്ലറ്റിക് ബിൽബാവോക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് അദ്ദേഹം പോയ സീസണിലടക്കം പുറത്തെടുത്തിരുന്നത്. നിലവില് അദ്ദേഹത്തിന്റെ ഡീലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഫബ്രിസിയോ റൊമാനോ നൽകുന്നത് എങ്ങനെയാണ്? ബാഴ്സലോണ സ്റ്റാൻസ് ഹാസ് നോട്ട് ചേഞ്ച്ഡ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചുറ്റുപകത്ത് നടക്കുമ്പോഴും ബാഴ്സലോണയുടെ നിക്കോ വില്യംസിന്റെ കാര്യത്തിലുള്ള ആ ഒരു സ്റ്റാൻസിൽ ഒരു മാറ്റവുമില്ല. അവരുടെ ടോട്ടൽ പ്രയോറിറ്റി നിക്കോ വില്യംസിനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അതുവരെ മറ്റ് സൈനിങ്ങുകളൊന്നും അവര് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നിക്കോ വില്യംസിന്റെ ഫൈനൽ ആൻസർ കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ബാഴ്സ. ഡാനി ഓൾമോയുടെ കാര്യത്തിൽ അവർ കോണ്ടാക്ട് നടത്തിയിട്ടുണ്ട്, പക്ഷേ ഒന്നും അഡ്വാൻസ് സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അത് നിക്കോ ഡീലിന്റെ കാര്യം ക്ലാരിഫൈ ചെയ്യുന്നത് വരെ അഡ്വാൻസ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകേണ്ട എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ജാവോ കൺസോലയുടെ കാര്യത്തിലും ഇപ്പോൾ ബാഴ്സ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഫബ്രിസിയോ റൊമാനോയും റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കത്തിൽ ബാഴ്സലോണക്ക് നിക്കോ വില്യംസിനെ സ്വന്തമാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ തന്നെയാണ് അവരുള്ളത്. ആ സൈനിങ് തന്നെയാണ് അവർ ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുത്ത് കാണുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള ആൻസർ വെയിറ്റ് ചെയ്യുകയാണ്. വീഡിയോ അവസാനിക്കുമ്പോൾ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.